15 വർഷമായി ഇഷയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. അതിൽ 10 വർഷം കേരളത്തിലായിരുന്നു. ഇഷയിലേക്ക് എത്താനുള്ള ആ ഒരു തിരിച്ചറിവ് എങ്ങനെ വന്നു? എങ്ങനെയാണ് ഇഷയിലേക്ക് എത്തിയത്? സോ വളരെ ആക്സിഡൻ്റലായിട്ടാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സ്പിരിച്വാലിറ്റിയോ അല്ലെങ്കിൽ ആത്മീയതയെ തേടി നടന്നെത്തിയതൊന്നുമല്ല. ബേസിക്കലി ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. ഞാൻ പഠിച്ചത് ലിറ്ററേച്ചറാണ്, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, BA ലിറ്ററേച്ചർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു. സോ നമ്മുടെ അവിടെ ഒരു തിരുവനന്തപുരത്തൊരു ലൈബ്രറി ഉണ്ട്, എല്ലൂർ ലൈബ്രറി എന്ന് പറയും. സോ ആ ലൈബ്രറിയിൽ സ്ഥിരം ഇങ്ങനെ പുസ്തകം വായിച്ച് ക്ലാസിക്സ് എല്ലാം വായിച്ച് കഴിഞ്ഞ് ഓപ്പോസിറ്റ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ റഷ്യൻ ലിറ്ററേച്ചർ, സ്പിരിച്വാലിറ്റി സെക്ഷനാണ്. ഈ റഷ്യൻ ലിറ്ററേച്ചറൊക്കെ ഓപ്പോസിറ്റ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ സ്പിരിച്വാലിറ്റി സെക്ഷൻ ഉണ്ടാവും. സോ സ്പിരിച്വാലിറ്റി സെക്ഷനിൽ കുറേ വായിച്ചു. ജെ കൃഷ്ണമൂർത്തി, ഓഷോ, അങ്ങനെ പല ബുക്സുകൾ വായിച്ചു. ആൻഡ് പിന്നെ വന്നത് ഒരു സദ്ഗുരുവിൻ്റെ ഒരേ ഒരു പുസ്തകം കണ്ടു, മിസ്റ്റിക്സ് മ്യൂസിങ്സ് എന്ന് പറഞ്ഞൊരു പുസ്തകമായിരുന്നു. ആ പുസ്തകം വായിച്ചപ്പോൾ സംതിങ് റെസനേറ്റഡ്, ആ ഒരു ഫീലിംഗ് വന്നു. എന്തോ സംതിങ് വാട്ട് സദ്ഗുരു ഈസ് സേയിങ് ഈസ് ഹിറ്റിംഗ് മീ, ആ ഒരു ഫീലിംഗ് വന്നു. അത് കഴിഞ്ഞിട്ട് ആ ഒരു പുസ്തകം വായിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇവിടേക്ക് വരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ബിക്കോസ് ആ ബുക്കിൽ ആശ്രമത്തിനെ കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽഡായിട്ട് ധ്യാനലിംഗത്തിനെ കുറിച്ചും ദേവി ടെമ്പിളിനെ കുറിച്ചും ഇവിടുത്തെ ഒരു ആത്മീയതയെക്കുറിച്ച് സദ്ഗുരു വളരെ ആഴത്തിൽ പറയുന്നുണ്ടായിരുന്നു. അത് വായിച്ച് കഴിഞ്ഞതിന് ശേഷം ഇവിടെ വരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി. ആ ഒരു ടൈമിൽ കറക്റ്റായിട്ട് ഇന്നർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഇവിടെ തിരുവനന്തപുരത്ത് വരുന്നുണ്ടെന്ന് വളരെ ആക്സിഡൻ്റലായിട്ട് അറിയാനിടയായി. അങ്ങനെ ആ പ്രോഗ്രാമിന് ജോയിൻ ചെയ്തു. 7 ദിവസത്തെ പ്രോഗ്രാം കഴിഞ്ഞു. പിന്നെ നമ്മളിവിടെ വരണം എന്ന് പറഞ്ഞ് ആ ഒരു ഉദ്ദേശത്തോടു കൂടിയല്ല ഒരു പ്രോഗ്രാമിന് പോകുന്നത്. ആ പ്രോഗ്രാം നടക്കുന്നു. ആ പ്രോഗ്രാമിൻ്റെ എക്സ്പീരിയൻസ് ഭയങ്കര ഡീപ്പായിട്ട് വന്നതുകൊണ്ട് ആ ഒരു 7 days ഹൗ ഇറ്റ് ടച്ച്ഡ് മൈ ലൈഫ്, ട്രാൻസ്ഫോം മൈ ലൈഫ്, അത് പിന്നീട് കൂടുതൽ ആഴത്തിലായി പോയി. പിന്നെ പതുക്കെ ആശ്രമത്തിലേക്ക് അങ്ങനെ ഫുൾ ടൈം ആയിട്ട് വന്നു. ഒരു ഞൊടിയിടയിൽ നടക്കുന്ന ഒരു സ്റ്റെപ്പല്ല, പക്ഷെ പതുക്കെ അതങ്ങനെ നടന്നു. ഒരു വലിയൊരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ നടന്നത്. അതെ, അങ്ങനെ നടന്നത്. ഈ ഇന്നർ എൻജിനീയറിങ്ങിൽ അങ്ങ് പങ്കെടുത്തു. അപ്പോൾ ആദ്യമായിട്ട് പങ്കെടുത്ത സമയത്ത് ഒരു ഉണ്ടായൊരു ഫീലിംഗ് എങ്ങനെയായിരുന്നു? ആ ഒരു സമയത്ത് ഇന്നർ എൻജിനീയറിങ് നടക്കുമ്പോൾ സദ്ഗുരു ആ ഒരു പുസ്തകം വായിച്ചതിൻ്റെ ആ ഒരു ഹാങ് ഓവർ എനിക്കുണ്ടായിരുന്നു. ഓക്കെ, സംതിങ് പ്രഷ്യസ് ഇസ് ദെയർ, ആ ഒരു ഫീലിംഗ്, ആ ഒരു ലോങ്ങിങ്ങോട് കൂടിയാണ് ഞാൻ തീർച്ചയായിട്ടും പോയത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഞാനത് അറ്റൻഡ് ചെയ്തത് ഒരു സെർട്ടൺ ഓണസ്റ്റി അല്ലെങ്കിൽ ആ ഒരു ഏർണിങ്ങോട് കൂടി, ആ ലോങ്ങിങ്ങോട് കൂടിയായിട്ടാണ് ആ പ്രോഗ്രാമിലൂടെ കടന്നു പോയത്. ആൻഡ് പ്രോഗ്രാമിൻ്റെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു ലോങ്ങിങ്ങോടുകൂടി പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ നിന്നും റിസീവ് ചെയ്യുന്നത് ഒരുപാട് അധികമായിരിക്കും. പക്ഷേ ഈ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഒന്നും എനിക്ക് അപ്പോൾ ഇല്ലായിരുന്നു. നൗ ഞാൻ പിറകിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഓക്കെ, ആ ഒരു 7 days ഞാൻ വളരെ തീവ്രതയോടുകൂടിയാണ് ആ പ്രോഗ്രാമിലൂടെ കടന്നു പോയത്. ആ ഒരു ആ കംപ്ലീറ്റ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ കാരണമായിരിക്കാം സംവെയർ പ്രോഗ്രാം ടച്ച് മീ വെരി ഡീപ്ലി. അതായത് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, പ്രോഗ്രാം ചെയ്തുകൊണ്ട് എന്തോ ഒരു വലിയൊരു ബോംബ് വീണതുപോലെ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ചൊന്നുമല്ല. പക്ഷേ ചെറിയ ചെറിയ രീതിയിൽ ഒരു അല്പം സട്ടിലായിട്ടുള്ള പല ഡിഫറൻസ്, ഞാൻ എങ്ങനെ ജീവിതത്തെ നോക്കിക്കാണുന്നു, ഹൗ യു പെർസീവ് ലൈഫ്, ആ ഒരു വീക്ഷണം ഭയങ്കരമായിട്ട് അങ്ങ് ചേഞ്ചായി ആ ഒരു 7 days ടൈമിൽ. ഈ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ, എസ്പെഷ്യലി ദോസ്തോയെവ്സ്കി അങ്ങനത്തെ പല പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ ലൈഫിനൊരു സഫറിങ്ങിൻ്റെ ചുവയുണ്ടാവും. കാരണം പുസ്തകത്തിൽ നിന്നാണ് അതാണ് കിട്ടുന്നത്. സോ ലൈഫിൻ്റെ പശ്ചാത്തലം എപ്പോഴും ഒരു സഫറിങ് ആണ്, കഷ്ടപ്പാടാണെന്നുള്ളൊരു ഫീലിംഗ് എപ്പോഴും ഉണ്ടായിരുന്നു. സഡൻലി ആ പെർസ്പെക്റ്റീവ് അങ്ങ് മാറി. ലൈഫ് ക്യാൻ ബി വെരി ബ്ലിസ്ഫുൾ, ലൈഫ് ക്യാൻ ബി വെരി സിമ്പിൾ ആൻഡ് ഇറ്റ് ക്യാൻ ബി വെരി ജോയ്ഫുൾ. ആ ഒരു ഫീലിംഗ് പെട്ടെന്ന് ആ 7 days പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ വന്നു. മുഖത്തൊരു പുഞ്ചിരി എപ്പോഴും വന്നു തുടങ്ങി. അത് പണ്ടുണ്ടായിരുന്നില്ല. ആ 7 days പ്രോഗ്രാമിന് മുമ്പ് അതില്ലായിരുന്നു. മൈ ഫേസ് ഹാഡ് സ്റ്റാർട്ടഡ് ബിക്കമിങ് വെരി ലോങ്. അങ്ങനെ ആയിക്കൊണ്ടിരുന്നത് പെട്ടെന്ന് സ്മൈൽ സ്റ്റാർട്ടഡ് കമ്മിങ്. ലിറ്ററേച്ചർ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വായിച്ച് കുറച്ച് ട്രാജിക് ആയിട്ടുള്ള കുറേ പുസ്തകങ്ങളൊക്കെ ഉണ്ടല്ലോ, ഫേമസ് പുസ്തകങ്ങൾ. അപ്പോൾ അതൊക്കെ ആയിരിക്കും കൂടുതൽ ആ സമയത്ത് വായിച്ചിട്ടുണ്ടാവുക. അതോ ഭാരതീയമായിട്ടുള്ള പുസ്തകങ്ങൾ അതിനൊപ്പം തന്നെ വായിച്ചിരുന്നോ? യെസ്, മലയാളത്തിലെ ഒട്ടുമിക്ക പുസ്തകങ്ങളും വായിച്ചിരുന്നു. എം ടി വാസുദേവൻ നായരുടെ, ബഷീറിൻ്റെ പുസ്തകങ്ങൾ, OV വിജയൻ, അങ്ങനെ എല്ലാ ആ ഒരു കാലഘട്ടത്തിൻ്റെ കുറേ പുസ്തകങ്ങൾ വായിച്ചു. പിന്നെ പതുക്കെ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങിയിട്ടാണ് ഇങ്ങനെ വന്നത്.